ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ്നാടൻ ചട്നീൻ്റെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. അങ്ങനെ ഉഴുന്ന് നന്നായിട്ട് വറന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 15-16 അല്ലെങ്കിൽ എരിവ് അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 15 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ആ അളവ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ കുത്തൽ നന്നായിട്ട് വരും. എന്നിട്ട് അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കൂടുതലായാലും കുഴപ്പമില്ല, ആ ടേസ്റ്റ് നന്നായി കിട്ടും. ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 സവാള കള്ളിയാക്കിയിട്ട് ചെറുതാക്കരുത്, അത്യാവശ്യം വലുപ്പം ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അത് ഇട്ടിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഈ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവണത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 4 വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളി അരിഞ്ഞ പോലെ കള്ളിയായിട്ട് തന്നെ, പക്ഷെ കുറച്ചുകൂടി വലുപ്പം കൂട്ടിയിട്ട് അരിയുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വല്ലാണ്ട് വേവൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്താൽ മതി. ഞങ്ങളൊന്ന് ഇളക്കി എടുത്തിട്ട് 1 മിനിറ്റ് കൂടി വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് ഈ ഒരു പരിവായി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇതിൽ അവശേഷിക്കുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി വെക്കുക. പിന്നെ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കുക. അടി പിടിക്കാണ്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നീൻ്റെ കൂട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് ഫാൻ്റെ ചോട്ടിലോ എങ്ങനെയും ഇതിന് ചൂടൊന്ന് ആറ്റിയെടുക്കുക. ചൂട് നന്നായി ആറി വന്നിട്ട് ഒരു അരക്കാൻ പാകമുള്ള ഒരു പരിവായി വരുമ്പോൾ ഇത് മിക്സിയിലിട്ട് കൊടുക്കുക. ഇനി ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പരിവായി കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് തൂമിക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഉണക്കമുളക് നടുമുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട അത്രത്തോളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ചട്നീൻ്റെ ടേസ്റ്റ് കൂടുക. എന്നിട്ടിത് നന്നായി വറവ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചട്നി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. എന്നിട്ട് ഏകദേശം ഈ ഒരു നിറമായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസിന് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇത് ഇഡ്ഡലിക്കായാലും ദോശക്കായാലും അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആരും ദോശ ഇഡ്ഡലിയൊന്നും അധികം ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ നല്ല ഇഷ്ടമായി. അപ്പോൾ നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കോമ്പിനേഷനുള്ള എന്തും നന്നായിട്ട് ചേരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങൾ നല്ല മുരിഞ്ഞ ദോശയൊക്കെ റെഡിയാക്കി അതിലേക്ക് ചട്നിയൊക്കെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.